2 വയസ്സുകാരിയായ ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിലെ ദുരൂഹതകൾ ഓരോ നിമിഷം കഴിയുന്തോറും വർദ്ധിച്ചു വരികയാണ്. രാവിലെ മുതൽ തന്നെ ചർച്ചയായ വിഷയം അനിയനുമായി സഹോദരിക്കുള്ള അവിഹിത ബന്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. തൊട്ടടുത്ത മുറിക്കുള്ളിൽ നിന്നും അനിയനും സഹോദരിയും തമ്മിൽ ചാറ്റ് ചെയ്തത് പുറത്തു പറയാൻ പോലും പറ്റാത്ത കാര്യങ്ങളായിരുന്നു. അതോടൊപ്പം തന്നെ കേസിൽ ഇടയ്ക്ക് വെച്ച് രംഗപ്രവേശം ചെയ്ത് ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു പ്രതിയായി കരുതുന്ന പൂജാരി ജ്യോത്സ്യൻ. ഈ ജ്യോത്സ്യനെ പറ്റിയും പല ദുരൂഹതകൾ നിറയുന്നുണ്ട്. ജ്യോത്സ്യൻ തന്റെ പക്കൽ നിന്ന് 30 ലക്ഷം രൂപ തട്ടിച്ചുവെന്ന് ശ്രീതു പറയുന്നുവെങ്കിലും ആ സമയത്ത് പൂജാരിയുടെ വീട്ടിൽ നടന്നിട്ടുള്ള പലതരത്തിലുള്ള പൂജകൾ ദുരൂഹമായി തന്നെ ഏറുകയാണ്. പല കാര്യങ്ങളുടെയും ചുരുളഴിയിക്കുകയാണ് ഇപ്പോൾ പോലീസ്. കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള അമ്മാവൻ ഹരികുമാറും ഈ കുട്ടിയുടെ മാതാവ് ശ്രീതുവും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴപ്പരപ്പിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് പോലീസ്. അതിനിടയിലാണ് ശ്രീതുവുമായി ബന്ധമുള്ള മന്ത്രവാദിയെ കൂടി കസ്റ്റഡിയിലെടുത്തത്. ഹരികുമാറും ശ്രീതുവും നിഗൂഢമായ മനസ്സിന് ഉടമകളാണെന്നാണ് പോലീസ് പറയുന്നത്. അവരുടെ മനസ്സിലുണ്ടായിരുന്നത് പുറത്ത് പറയാൻ പോലും കഴിയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ. ഇവരുടെ വാട്സപ്പ് ചാറ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്ത നിലയിലായിരുന്നു. പക്ഷേ അതൊക്കെ റിക്കവർ ചെയ്തെടുക്കാൻ പോലീസിന് കഴിഞ്ഞു. നിലവിലുള്ള ചാറ്റുകൾ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് ഇങ്ങനെയൊരു നിഗമനത്തിലേക്ക് എത്താനായി സാധിച്ചത്. അടുത്തടുത്ത മുറിയിൽ താമസിച്ചവർ, ഭർത്താവ് ഉണ്ടായിട്ട് പോലും സഹോദരൻ സഹോദരിയുമായി വെച്ചു പുലർത്തിയ ബന്ധം, ഇവർ തമ്മിൽ അടുത്ത മുറിയിൽ കിടന്നുകൊണ്ട് തന്നെ വാട്സപ്പ് കോളുകൾ ചെയ്തതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഹരികുമാർ പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. ഇതിലൂടെ തന്നെയാണ് സംശയം കൂടുതൽ പോലീസിന് ബലപ്പെട്ടത്. സഹോദരിയുമായിട്ടുള്ള അമിതമായ അടുപ്പം, വഴിവിട്ട ബന്ധം, ഇത് കാരണം ഭർത്താവിനെ ഒഴിവാക്കാനുള്ള തന്ത്രങ്ങളായിരുന്നു ഇരുവരും മെനഞ്ഞത്. എന്നേക്കുമായി തന്നെ ഒഴിവാക്കാൻ പദ്ധതിയിട്ട് നടപ്പിലാക്കിയതായിരിക്കും ഒരുപക്ഷെ ഈ അരിൻകൊല എന്നാണ് ചോദ്യം ചെയ്യലിലൂടെ പോലീസിന് മനസ്സിലായത്. അങ്ങനെ സഹോദരന്റെ കുരുട്ടുബുദ്ധിയിൽ ഉദിച്ച ഒരു തന്ത്രമായിരുന്നു ആ പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തി ഭർത്താവിനെ എന്നേക്കുമായി ജയിലിലടയ്ക്കാൻ. ഈ കുറ്റകൃത്യം സഹോദരി ഭർത്താവ് ഉണ്ടാകുന്ന ദിവസം തന്നെ ചെയ്തു കഴിഞ്ഞ് ഭർത്താവിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനായി ഇരുവരും ഒരുപക്ഷെ തന്ത്രം മെനഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി ഒരു കാരണവശാൽ പിടിക്കപ്പെടുകയാണെങ്കിൽ തനിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു തീർത്ത് എങ്ങനെയും അതിൽ നിന്നും രക്ഷപ്പെടാനും ഈ കൊലയാളിക്ക് ശ്രമമുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് പോലീസ് തുടക്കത്തിലെ പൊളിച്ചത്. തിരുവനന്തപുരം ബാലരാമപുരത്താണ് സമാനതകളില്ലാത്ത ഇങ്ങനെ ഒരു അതിക്രൂരമായ കൊലപാതകം അരങ്ങേറിയത്. കേരള മനസാക്ഷിയെ പോലും വേദനിപ്പിക്കുന്ന ഒരു സംഭവം. നിലവിൽ കരിക്കകം സ്വദേശിയായ ജ്യോത്സ്യൻ ശംഖുമുഖം ദേവിദാസൻ എന്ന പ്രദീപിന്റെ വീട്ടിൽ അർദ്ധരാത്രി കഴിഞ്ഞുള്ള പൂജകളെക്കുറിച്ചും നാട്ടുകാർ ഇപ്പോൾ തുറന്നു പറയുകയാണ്. ഇതിനിടയിലാണ് അപ്പോൾ കേസിലേക്ക് മന്ത്രവാദവും ആഭിചാരവുമായി ബന്ധപ്പെട്ട പല സംശയങ്ങളും ഉയർന്നു കേൾക്കുന്നത്.